ഒരാളും കൂടെ വെയിറ്റ് ചെയ്യണം. ഇനി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കാവിലെ ഭഗവതിയാണ്. മഞ്ജു ചേച്ചി ഇതേ ഇപ്പോ നമ്മുടെ ലൈവിൽ വരാൻ പോവുകയാണ്. ഇൻ 3, 2, 1 വരട്ടെ. മഞ്ജു ചേച്ചി ഹായ്. കാവിലെ ഭഗവതി താങ്ക് യു ഫോർ ജോയിനിങ്. ഭഗവതി എന്നാണ് പറഞ്ഞത്. താങ്ക് യു. മഞ്ജു ഇപ്പൊ എവിടെയാണ്? നല്ല ബാക്ക്ഗ്രൗണ്ട്. ബോംബെയിലാണ്. ഓക്കെ, താങ്ക്സ് അഗൈൻ ഫോർ ജോയിനിങ്. ഇതാണല്ലോ നമ്മുടെ ഈ ടെക്നോളജിയുടെ ഒരു ഗുണമാണല്ലോ. ഒരാള് നമുക്ക് എയർപോർട്ടിൽ നിന്ന്, ഒരാൾ ബോംബെയിൽ നിന്ന്. വെരി നൈസ്. പറയൂ, നമ്മുടെ ലൂസിഫറിനെ പറ്റി ആദ്യം പറയൂ. ലൂസിഫറിന്റെ ആ ഒരു ക്ലീശ ചോദ്യം എന്താണ്? ഇപ്പൊ ഈ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടല്ലോ, മുടിയെ കഴിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാര്യം ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ആ ആറാം തമ്പുരാനിലെ ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ മഞ്ജു ചേച്ചി? നമ്മുടെ ആ ആരാ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും സംഭവിച്ചാലോ എന്ന് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുണ്ട്? നിക്ക് ഞാൻ ചെയ്യാം. അത് ഇല്ലാതെ നമുക്ക് പറഞ്ഞു നോക്കാം ഓർമ്മയിൽ നിന്ന്. പറ്റുമോ? റെഡിയാണോ? ഓക്കെ, നോക്കാം. എവിടം വരെ പോകുന്നു നോക്കാം. ഓക്കെ, ഇത് ലൈവാണ്, ഒരു റിഹേഴ്സലും ഇല്ല. ഓക്കെ മഞ്ജു ചേച്ചി, ഞാൻ ലാലേട്ടൻ കേൾക്കാതൊരു കാര്യം പറയാം. ഏറ്റവും ലാസ്റ്റ് കഞ്ഞി വേണമെന്ന് കൂടെ ചോദിക്കണേ. ഏറ്റവും ലാസ്റ്റ് കഞ്ഞി അല്ലല്ല, ഏറ്റവും ലാസ്റ്റ് കഞ്ഞി വേണമെന്നും കൂടെ ചോദിക്കണേ. ഓക്കെ, തുടങ്ങിയോ? ആരാ? ആക്ഷൻ. ഞാനോ? ഞാനൊരു വഴിപോക്കൻ. ഇവിടെ ചുറ്റമ്പലത്തിന് എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. അല്ല, നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ് കാവിലെ? ഇതെന്താണ് കാവിലെ ഭഗവതി പ്രത്യക്ഷ? അല്ല, ഇതെന്താണ് കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടല്ലോ. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. അല്ലല്ല, ഈ തലമുടിയൊക്കെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഇട്ടിട്ടൊരു മാക്സി എന്താ ഇട്ടിരിക്കുന്നത്? ഒരു പ്രത്യേക തരത്തിലുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബോംബെ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ്. എന്തായാലും ഇത്രയും മതി. ഞാൻ മ്യൂസിക് ഇട്ടേ. ആറാം തമ്പുരാനോട് ഒന്ന് പറയണേ. ആ ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറയാവോ? ഈ ഞാൻ ആരാണാവോ എന്ന് മഞ്ജു ചേച്ചി പറയുകയാണെങ്കിൽ. ഞാനാണ് കനിമംഗലം കോവിലെ ആറാം തമ്പുരാൻ ജഗന്നാഥൻ. ഇത് എന്റെ ജീവിതത്തിന്റെ ഒരു സാഫല്യമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഭഗവതിയെയും തമ്പുരാനെ ഒരുമിച്ച് കാണാൻ പറ്റിയത്. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു മഞ്ജു ചേച്ചി. ഇനി പറ, എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സീൻ കാണാൻ സാധിച്ചതിലും, അതും ലൈവായിട്ട്. റൈറ്റ്. ഇനി പറ, ലൂസിഫറിനെ പറ്റി പറ. വേറെന്തോ ചെവി പറഞ്ഞ? അയ്യോ, അത് പറഞ്ഞില്ല. എന്തായിരുന്നു ഒരു രഹസ്യം പറയുന്നത്? ഇതിനി ഒന്നും കൂടെ ഒരു ടേക്ക് എടുക്കേണ്ടി വരുമല്ലോ. എന്താണ് ഇപ്പൊ ചോദിക്കാം? ഇത് ജിനുവിന്റെ അഭ്യർത്ഥന കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. എന്താണോ? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അയ്യോ, ദൈവമേ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ആയിക്കോട്ടെ, കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്തോളൂ. ഹൈദരാബാദിലായോണ്ട് വേണേ ഹൈദരാബാദി ബിരിയാണി വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഓസം. താങ്ക് യു ലാലേട്ടാ, അത് ഓർമ്മിച്ചതിന്. പറയൂ, ലൂസിഫർ നമ്മള് പൃഥ്വിരാജ് നമുക്ക് ലൈവ്. അതിന് മുമ്പ് കുഞ്ഞാലി മരക്കാർ കഴിഞ്ഞു. കുഞ്ഞാലി മരക്കാരിൽ അഭിനയിച്ച കുട്ടിയാണ്. ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം തോന്നുന്നു. എന്നാൽ നമുക്ക് കുഞ്ഞാലി മരക്കാരിൽ തുടങ്ങാം. മരക്കാരിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ലൂസിഫറിലേക്ക് പോകാം. പറ. അതെ, കുഞ്ഞാലി മരക്കാരില് ഇപ്പൊ നമ്മള് ഇവിടെ ലാലേട്ടനും പ്രിയൻ സാറും ഒക്കെ കൂടി ഒന്നിക്കുമ്പോ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വിസ്മയങ്ങൾ മാത്രമാണ്, അല്ലെ? കുട്ടിക്കാലം തൊട്ടാണെങ്കിലും. അപ്പൊ പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ ഒരു കോമ്പിനേഷനിൽ ഒരു 1-2 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം വന്നിരുന്നു. പക്ഷെ അത് അന്ന് സാധിച്ചില്ല. അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ആ ഒരു മാജിക്കൽ കോമ്പിനേഷനിൽ ഒരു ഭാഗമാവാൻ സാധിക്കുന്നത്. അതും എപ്പോഴും ലാലേട്ടന്റെ സിനിമകളിൽ എനിക്ക് എപ്പോഴും ലാലേട്ടനും അതിന്റെ സംവിധായകരും ഇപ്പൊ അതിന്റെ നിർമ്മാതാക്കളും ആന്റണി ചേട്ടനൊക്കെ പ്രത്യേകിച്ചും എനിക്ക് വേണ്ടി മാറ്റി വെക്കാറുള്ളത് വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പൊ അതേപോലെ തന്നെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു ചരിത്ര സിനിമയാണ്. അത് ഇത്രയും ഒരു ഹിസ്റ്റോറിക് കോമ്പിനേഷനിൽ സംഭവിക്കുന്ന ഒരു ഹിസ്റ്റോറിക് സിനിമയില്
വളരെ ശക്തമായിട്ടുള്ള ഒരു സുബൈദ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പോ അതിന്റെ അത് ഇപ്പൊ ഷൂട്ടിംഗ് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ ഭാഗങ്ങൾ അതിൽ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തില് ഇരിക്കുകയാണ്. ലാൽ സാറിന്റെ പോർഷൻ കഴിഞ്ഞു. ഇനിയും വളരെ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുള്ളൂ. 4 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ, കഴിഞ്ഞു. ആണല്ലേ? അതെ 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 അതെ. ഇനി ഞാൻ ലൂസിഫറിനോട് ചോദിച്ചോട്ടെ? പിന്നെന്താ. ഓക്കെ. ലൂസിഫർ, ഞങ്ങൾ കുറച്ചു നേരം മുമ്പ് രാജു ഉണ്ടായിരുന്നു നമുക്ക് ലൈവില്. നമ്മൾ ലൂസിഫറിനെ കുറിച്ചും ലൂസിഫറിന്റെ ഫോണ്ടിനെ കുറിച്ചും എല്ലിന്റെ നീളത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മഞ്ജു ചേച്ചിയുടെ ഒരു ടേക്ക് എന്താണ് ലൂസിഫറിനെ കുറിച്ചുള്ളത്? ലൂസിഫറിനെ കുറിച്ചൊന്നും പുറത്ത് പറയാൻ ഉള്ളൊരു അനുവാദം? അയ്യോ, രാജു കഥയൊക്കെ പറഞ്ഞു. ഈ ലൈവിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കഥയൊക്കെ പറഞ്ഞില്ല. എന്നാലും ലാലേട്ടന്റെ മറ്റൊരു വലിയ സിനിമയിൽ മറ്റൊരു ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി രാംദാസ്. അതിൽ എന്താണ് പ്രിയദർശിനിയും സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിലുള്ള ഇക്വേഷൻ എന്താണോ ബന്ധം എന്നൊക്കെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സസ്പെൻസ് 28-ാം തീയതി വരെ ഇരിക്കട്ടെ. ഒരു വലിയൊരു രാജു, പൃഥ്വിരാജ് എന്ന് പറയുന്ന, ഞാനിപ്പോ നേരത്തെ ഇന്റർവ്യൂസിൽ പറഞ്ഞു, രാജു ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഇന്റർവ്യൂ. ഇത്രയും വർഷത്തിന് ശേഷം അത് ശരിക്കും അത് സത്യമാവാൻ വേണ്ടി അത്രയധികം ആ ഒരു സ്വപ്നം മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ രാജുവിന്റെ പാഷനെ വെളിവാക്കുന്നതാണ്. അപ്പൊ ആ സിനിമയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായകൻ ലാലേട്ടനാണെങ്കിൽ പിന്നെ അതിന് മറ്റൊന്നും നോക്കാനില്ല. ആ സിനിമ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പിന്നീടാണ് അതില് എനിക്കായിട്ടും ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടെന്നുള്ള വളരെ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം. അപ്പം പ്രതീക്ഷിച്ചിരുന്നില്ല രാജു വിളിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം? അതിൽ മറ്റൊരു പ്രത്യേകത, അതിന്റെ തമിഴും മഞ്ജു വാര്യരാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തമിഴും തെലുങ്കും ഹിന്ദിയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. തമിഴ് എളുപ്പമായിരുന്നു. തമിഴ് നന്നായിട്ട് പറയും, വായിക്കും, എഴുതും. ഇപ്പൊ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ, റൈറ്റ്. കൊള്ളാം. ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ തമിഴിലേക്കും കൂടെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ. കേൾക്കുമ്പോൾ ചെറിയ ചളിപ്പുണ്ടല്ലേ ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോ? ഇല്ല, അല്ലല്ല, ആ മോൻ കണ്ടറിയാം. ഓസം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും തമിഴിലും ഈ ലൂസിഫറിനെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ള എനിക്കൊരു അതിലൊരു ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് സംഭവിച്ചത് തമിഴിലും കൂടെ ഡബ് ചെയ്തപ്പോ അത് നേരത്തെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ മറ്റൊരു ശബ്ദം വരുന്നതിനെക്കാട്ടിലും തമിഴ് അറിയാവുന്ന ഒരാളായത് കാരണം സംസാരിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ തമിഴിലും ആദ്യമായിട്ട് ഞാൻ ഫുൾ തമിഴ് ഡബ് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ആദ്യമായി ശബ്ദം കൊടുക്കുന്നത്. അതെ 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 അതെ. ബൈ ദ വേ 10,000 പേരാണ് നമ്മൾ ഇത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും പേര് ഒരുമിച്ച് കാണുന്ന ഒരു ലൈവ് കണ്ടിട്ടില്ല സത്യമായിട്ടും. ഇതിന്റെ ഒരു ഭാഗമാകാൻ എങ്ങനെയൊക്കെ. അതെ, റൈറ്റ്. എനിക്ക് നിങ്ങളുടെ ഇടയും കാണുമ്പോണ്ടല്ലോ ഞാൻ സുഖമാണോ? ഒരു കാര്യം കൂടെ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കണക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് നമ്മുടെ കണ്ണെഴുതി പൊട്ടും തൊട്ടാണ്. അതിലെ മറ്റേ കൈതപ്പൂ എന്നുള്ള പാട്ട് എനിക്ക് ലാലേട്ടൻ ആ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങളുടെ ഏത് സിനിമ കണ്ടാലും നിങ്ങളുടെ രണ്ടും ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ. അതെ 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 അതെ, ആബ്സല്യൂട്ട്ലി. ഒരു പാട്ട് പാടണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, വരികളൊക്കെ ഓർമ്മയുണ്ടാവുമോ? കൈതപ്പൂവിൽ കന്നിക്കുറമ്പിൽ തൊട്ടു തൊട്ടില്ല. ഒന്ന് കീച്ചാൻ റെഡിയാണോ? ഒരു 4 വരി രണ്ടുപേരും കൂടെ പാടും. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ അടുത്തൊരു സംഭവമുണ്ട്. ഇത് വെറും പെട്ടിയല്ല, ഇതിൽ ശബ്ദം കേൾക്കുന്ന പെട്ടിയാണ്. കൈതപ്പൂവിൻ കന്നിക്കുറമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തുന്നിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മധുരം തുന്നി മധുര നൊമ്പരം. ഓർക്കുന്നില്ല പെട്ടെന്ന്. മതി മതി. അസോസിയേഷന്റെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടന്റെ കൂടെ പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്റെ കൂടെ പാടി. യെസ് യെസ് യെസ്. വലിയ പാട്ടുകാരുടെ അടുത്താണ് ഞാൻ പാട്ട് പാടാവുന്നൊക്കെ ഞാൻ ഇതൊക്കെ വായിക്കണമെങ്കിൽ. ബട്ട് താങ്ക് യു മഞ്ജു, താങ്ക് യു. ഒരുപാട് സമയം എടുക്കുന്നില്ല, എനിക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്ക്സ് അഗൈൻ ഫോർ യുവർ ടൈം. എന്തായാലും ഈ ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്റെ സന്തോഷമാണ്, എനിക്കാണ് സന്തോഷം. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു ജിനു. താങ്ക്സ് മഞ്ജു ചേച്ചി. ബൈ ബൈ. ബൈ. ഞങ്ങൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു.